പാലക്കാട്ടെ ബി.ജെ.പി. കോട്ട തകർത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി നിയമസഭയുടെ പടികൾ ചവിട്ടാനൊരുങ്ങുന്നത്. അതും ഇതിനു മുമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച UDF നേതാക്കളെക്കാൾ കൂടുതൽ വോട്ട് നേടി. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വ്യക്തമായ ആധിപത്യം നേടിയാണ് രാഹുൽ തന്റെ വിജയം ഉറപ്പാക്കിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞു. പുറത്തുനിന്നുമുള്ള ശത്രുക്കളെക്കാൾ പാളയത്തിൽ പടയെ പേടിക്കേണ്ടി വരുന്ന പാർട്ടിയുടെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വേഗം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സരിന്റെ കൂടുമാറ്റവും ട്രോളിക്കത്ത് വിവാദങ്ങളുമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തെ തടയാനായില്ല. എല്ലാ വിവാദങ്ങളെയും ഒരു ചിരിയോടെ നേരിട്ട് വിജയത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു രാഹുൽ. അച്ഛന്റെ നേതൃപാടവം പിന്തുടർന്നാണ് രാഹുലിന്റെ രാഷ്ട്രീയ പ്രവേശനം. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ ബിരുദ പഠനത്തിനിടയിൽ KSUവിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായി. പിന്നീട് KSUവിന്റെ അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി. പിന്നീട് പല സ്ഥാനങ്ങൾ വഹിച്ച് KSU ജില്ലാ പ്രസിഡന്റും NSUA ദേശീയ സെക്രട്ടറിയുമായി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC അംഗം എന്നീ സ്ഥാനമാനങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് അബിൻ വർക്കിയെ തോൽപ്പിച്ചാണ് രാഹുൽ മിന്നും വിജയം നേടിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.